എൻ്റെ ഈ സ്വർണ്ണം കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കാൻ വേണ്ട. അതിൻ്റെ പേരിൽ ആരെന്നോട് മിണ്ടാണ്ടിരുന്നാലും ഇവിടെ എന്തൊക്കെ വിഷയം ഉണ്ടാക്കിയാലും എനിക്കൊന്നുമില്ല. അമ്മ എന്താ ആലോചിക്കുന്നേ? മോനെ, അമ്മ ഒരു കാര്യം ആലോചിക്കുമായിരുന്നു. നിന്റെ നാത്തും വിളിച്ചിട്ടുണ്ടായിരുന്നു. അവക്കടെ വീട് പണി നടക്കുമല്ലേ, ഒരു 10-12 ലക്ഷം രൂപയുടെ കുറവുണ്ട്. എന്തു ചെയ്യുമോ എന്തോ. നമ്മുടെ വീട്ടിലെ കാര്യമായി പോയില്ലേ. എന്നിട്ടമ്മ ചേട്ടനോട് പറഞ്ഞില്ലേ? അവൻ്റെ കയ്യിൽ എവിടെ കാണാനാ? ഒന്നാമത് ജോലിയും പോയിരിക്കുക, പിന്നെ പുറത്തൊന്നും വല്ല പലിശയ്ക്ക് എടുക്കാമെന്ന് വെച്ചാൽ അത് അതിലും വലിയ തലവേദനയാണ്. പിന്നെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുത്ത് സഹായിക്കാവുന്നേ ഉള്ളൂ. മോളുടെ അലമാരിയിൽ 10-12 പവൻ സ്വർണ്ണം ഇരിക്കല്ലേ, അതെടുത്ത് തൽക്കാലം അവൾക്ക് കൊടുക്ക്. പെരപണിയൊക്കെ കഴിയുമ്പോൾ ലോൺ എടുത്തിട്ട് അതെല്ലാം എടുപ്പിച്ച് തരും. അതെന്തായാലും നടക്കില്ലമ്മേ. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛൻ നല്ലപോലെ കഷ്ടപ്പെട്ടിട്ട് എനിക്ക് ആ സ്വർണ്ണം തന്നു വിട്ടത്. അത് നാളെ എനിക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ലേ. പിന്നെ വീട്ടിലൊരു ആവശ്യം വരുമ്പോൾ ഇതൊക്കെ എടുക്കാനല്ലേ പിന്നെ കെട്ടിപ്പൂട്ടി വെച്ചേക്കുന്നത് എന്തിനാ? അത് ശരി. അപ്പം എൻ്റെ സ്വർണ്ണം കണ്ടിട്ടല്ലേ മകളുടെ വീടിന് തറക്കല്ലിട്ടത്? അതെങ്ങനെയാ? നീ ഒറ്റമോളല്ലേ, നിനക്ക് ആങ്ങളമാരില്ലല്ലോ. അങ്ങനെ ആങ്ങളമാരുണ്ടെങ്കിലല്ലേ നിനക്ക് അതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ. ശരിയമ്മേ, എനിക്ക് കൂടപ്പിറപ്പില്ല. പക്ഷെ സ്നേഹബന്ധവും കഷ്ടപ്പാടിൻ്റെ വിലയൊക്കെ അറിയണമെങ്കിൽ കൂടപ്പിറപ്പ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ ആങ്ങളയ്ക്ക് പെങ്ങളോട് ഇത്ര സ്നേഹമാണെങ്കിൽ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറയണം. അല്ലാണ്ട് പെണ്ണുമ്പിളയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്വർണ്ണം എടുത്തല്ല കൊടുക്കേണ്ടത്. പിന്നെ നിന്നെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വന്ന എന്തിനാ? ഒരാവശ്യം വരുമ്പോൾ നിന്നെ കൊണ്ട് പറ്റുന്ന നീയും ഇങ്ങോട്ട് സഹായിക്കണം. നീ ഇപ്പോൾ സ്വർണ്ണം കൊടുത്തില്ലെങ്കിൽ നാട്ടുകാരെന്ത് പറയും? കെട്ടിക്കൊണ്ട് വന്ന പെണ്ണിൻ്റെ അഭാവം എന്നല്ലേ ആൾക്കാർ പറയുള്ളൂ. നാട്ടുകാരെന്ത് പറഞ്ഞാലും എനിക്കൊരു കുന്തവും ഇല്ല. പിന്നെ എൻ്റെ ഈ സ്വർണ്ണം കണ്ടുകൊണ്ട് നിങ്ങൾ കളിക്കണ്ട, അത് കിട്ടാനും പോണില്ല. നീ എന്നോട്ടെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തുടങ്ങിയത്? എൻ്റെ മോനിങ് വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് സാരമില്ലമ്മേ. പിന്നെ എൻ്റെ അച്ഛൻ്റെ വേർപ്പ് വെറുതെ വല്ലവരുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ളതല്ല. നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും ഇവിടെ ആരെന്നോട് മിണ്ടാണ്ടിരുന്നാലും എനിക്കൊന്നുമില്ല. എൻ്റെ സ്വർണ്ണം കിട്ടുമെന്ന് നിങ്ങൾ ഓർക്കണ്ട. ഓരോന്നിനെ കെട്ടിക്കൊണ്ട് വന്നോളൂ.